ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം നൽകിയ വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെയും നോർത്ത് കേരള സെക്ഷൻ്റെ ഡിവൈൻ മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പകല് ഒരു അനുഗ്രഹിക്കപ്പെട്ട പകലായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നേരം നമ്മുടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുസനിലേക്ക് അടുത്തു വരുന്നു. ഇന്നത്തെ പകല് അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മാന്യ പ്രേക്ഷകരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-15 വേദഭാഗങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. അനേക ഇടങ്ങളിൽ, തൻ്റെ ലേഖനങ്ങളിൽ, തൻ്റെ എഴുത്തുകളിൽ പിശാചാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പൗലോസ് പറയുന്ന പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വചനത്തിൻ്റെ വാതിൽ തുറന്നു നിന്ന് വളരെ ശക്തിയോടെ ഞാൻ തിരുവചനം പ്രസംഗിക്കേണ്ട വണ്ണം പ്രസംഗിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, എൻ്റെ കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, മറ്റ് സഭാവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നൊക്കെയുള്ള ധാരാളം പദപ്രയോഗങ്ങൾ പൗലോസിൻ്റെ എഴുത്തുകളിൽ നാം കാണുന്നുണ്ട്. പൗലോസ് എഴുതുക മാത്രമല്ല, മറിച്ച് പൗലോസ് പ്രാർത്ഥന മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് നാം ഏറെ ചിന്തിക്കേണ്ടത്. ഈ രാവിലെ സമയം പ്രിയ ദൈവമക്കളെ, നാം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അന്ത്യ സമയങ്ങളിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത സമയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. മനുഷ്യനെല്ലാം സമാധാനത്തിന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ആണ് ജീവിക്കുന്നത്. മനുഷ്യന് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലോകം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അസാമാന്യമായ നേട്ടം കൈവരിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യന് സുരക്ഷിതനല്ല എന്നൊരു ചിന്ത അവനെ അലട്ടുകയാണ്. അപ്രതീക്ഷിതമാകുന്ന ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സംഭവങ്ങൾ, വ്യതിയാനങ്ങൾ ഒക്കെ ഈ നമ്മൾ മനുഷ്യൻ സുരക്ഷിതനല്ല എന്ന് വിളിച്ചറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദൈവമക്കളാകുന്ന നാം കൂടുതൽ സമയം ദൈവവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാനൊക്കെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ പ്രാരംഭമായി പറയട്ടെ. പ്രാർത്ഥനയില്ലാതെ നമുക്കൊരു നാഴിക പോലും ജീവിക്കുവാൻ സാധ്യമല്ല. ഏത് മനുഷ്യൻ്റെയും ഏത് ബലഹീനൻ്റെയും ഒരു ഊന്നുവടിയാണ് പ്രാർത്ഥനയും നമുക്കറിയാം. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക മണിക്കൂറുകൾ താൻ ദൈവവുമായി, തൻ്റെ പിതാവുമായി താൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു നാം കാണുന്നുണ്ട്. അനേക രാത്രികളിൽ ഈ പൗലോസ് ഇവിടെ എഴുതുന്നത്, അതിനിമിത്തം സ്വർഗത്തിനും ഭൂമിക്കും പേർ വരുവാൻ കാരണമായ പിതാവിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. മനുഷ്യനൊരു പേര് അനിവാര്യമാണ്. പല മനുഷ്യർക്കും വേണ്ടത്ര നന്മകൾ ഉണ്ട് എങ്കിലും, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും, മനുഷ്യൻ അംഗീകരിപ്പാൻ തക്കവണ്ണം മറ്റ് എല്ലാ സ്രോതസ്സുകളും ഉണ്ട് എങ്കിലും വേണ്ടതുപോലെ ഒരു പേരില്ല എങ്കിൽ നമുക്കറിയാം വളരെ ദുഃഖകരമാണ്. മനുഷ്യൻ പേരുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കണ്ടുപിടുത്തങ്ങളിലൂടെ ആണെങ്കിലും, അത് നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ആണെങ്കിലും, പുരോഗമന ചിന്താഗതികളിലൂടെ ആണെങ്കിലും ഒക്കെ മനുഷ്യന് ഒരു പേരുണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് നമുക്കൊരു പേരുണ്ടാകുവാൻ. ഒരു പേരും പെരുമയും പേരും പ്രസക്തിയും ഒക്കെ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുന്ന അത്തരത്തിലുള്ളൊരു പേരല്ല. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും ഒരു പേർ വരുവാൻ കാരണമായത് പിതാവാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിലൂടെ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ ഒരു വലിയ പേര് വരുവാൻ കാരണമായി. പേരില്ലാതിരുന്നവർ, അംഗീകാരമില്ലാതിരുന്നവർ, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്ന നമുക്ക്, ദൈവത്തോട് അടുക്കുവാൻ വ്യവസ്ഥയില്ലാതിരുന്ന നമുക്ക് പേരുള്ളവരായി, പെരുമയുള്ളവരായി, ഒരു പ്രസക്തിയുള്ളവരാക്കി ദൈവം നമ്മെ തീർത്തത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. അതുനിമിത്തം ആ പേർ വരുവാൻ കാരണമായ പിതാവിന് മുമ്പിൽ മുട്ടുകുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവങ്ങൾ, ഈ രാവിലെ സമയം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമുക്കൊക്കെ അംഗീകരിക്കപ്പെട്ട നിലയിലേക്ക്, ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുവാൻ കാരണമായത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. അതിന് വേണ്ടി നാം ദൈവത്തെ സ്തുതിക്കുന്നവരാണോ?
അതിനുവേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരാണോ എന്ന് നാം ശാന്തമായി പരിശോധിക്കണം. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്? പൗലോസിന്റെ ഈ ലേഖനം എന്ന് പറയുന്നത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലോമോന്റെ ലേഖനം, ഇതെല്ലാം കാരാഗ്രഹ ലേഖനങ്ങളാണ്. കാരാഗ്രഹത്തിൽ പൗലോസ് ആയിരുന്ന വേളയിൽ എഴുതിയ ലേഖനങ്ങളാണിത്. കാരാഗ്രഹത്തെ കുറിച്ച് നമുക്കറിയാം. ഇന്നത്തെ ആധുനിക സജ്ജീകരണങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കാരാഗ്രഹമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. നമുക്കറിയാം യാതൊരുവിധ പ്രതീക്ഷയ്ക്കോ പ്രത്യാശയ്ക്കോ വകയില്ലാത്തൊരു സമയം. ഇരുണ്ട ഒരു കാരാഗ്രഹം. ഈ അരണ്ട വെളിച്ചത്തിൽ ചെറിയ ചെറിയ വെളിച്ചം മാത്രമുണ്ട്. കൈകാലുകൾ ആമത്തിലായിരിക്കും, വേണ്ടതുപോലെ ആഹാരമില്ല, നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ വളരെ കൺജസ്റ്റഡ് ആയിരിക്കുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് പൗലോസ് എഴുതുകയാണ്. പൗലോസ് മുട്ടുകുത്തുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ എവിടെയും പ്രാർത്ഥിക്കാം. അവൻ്റെ യാത്രയിൽ പ്രാർത്ഥിക്കാം, അവൻ്റെ ജോലി സ്ഥലത്ത് പ്രാർത്ഥിക്കാം, അവന് ഏത് മേഖലയിലായിരുന്നാലും അവന് നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ഒക്കെ അവന് പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കാൻ തക്കതായ ഒരു സാഹചര്യം ഉണ്ടായെങ്കിലേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന നിലപാട് ശരിയല്ല. പലർക്കും പ്രാർത്ഥിക്കാൻ ആഗ്രഹമാണ്, പ്രാർത്ഥിക്കാൻ ഇഷ്ടമുണ്ട്, പ്രാർത്ഥിക്കാൻ അറിയാം. പക്ഷെങ്കിൽ ഇവിടുത്തെ സാഹചര്യം ഇന്ന് പരിമിതമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന പേരിൽ പലരും തങ്ങളുടെ പ്രാർത്ഥനയെ പലപ്പോഴും ഒഴിവാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ തൊക്കണം കഴിയണം. എന്തിനാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് പൗലോസ് മുട്ടുകുത്തുന്നത്? ഈ ഇടുങ്ങിയ കാരാഗ്രഹത്തിൽ പൗലോസ് മുട്ടുകുത്താനുണ്ടായ 4 കാരണങ്ങൾ ഈ രാവിലെ സമയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പൗലോസ് ഇവിടെ പറഞ്ഞ ഇങ്ങനെയാണ്: അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്ത വിധം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഒന്ന്, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. പലപ്പോഴും നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചുള്ളൊരു കൺസേൺ അല്ലെങ്കിൽ ഒരു വിചാരം വേണ്ടതുപോലെ നമുക്ക് ഇല്ല. നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ വളരെ വാചാലരാണ്. നമുക്ക് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ചില കൺസിഡറേഷനുണ്ട്, ചില ചിന്തവിചാരങ്ങളുണ്ട്. അതിനെ മോടി പിടിപ്പിക്കുന്നതിൽ, അതിനെ പരിപോഷിപ്പിക്കുന്നതിൽ, അതിനെ പുഷ്ടിപ്പെടുത്തുന്നതിൽ, അതിനെ മനോഹരമാക്കുന്നതിലൊക്കെ നമ്മൾ ശ്രദ്ധാലുക്കളാണ്. നല്ല വസ്ത്രം ധരിച്ചായാലും, നല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചായാലും നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ മോഡിഫൈ ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആരോഗ്യ നിലവാരത്തിൽ പോലും പുറമെയുള്ള മനുഷ്യനെ കൺസൈൻ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ തീരുമാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ രാവിലെ നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് നാം വിചാരപ്പെടുന്നവരാണോ? നമ്മുടെ അകത്ത് ഒരു മനുഷ്യൻ ഉണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ദേഹിയെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. ദേഹത്തെ കൊല്ലുന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, അവരൊന്നും ചെയ്യത്തില്ല. പക്ഷെങ്കിൽ നിങ്ങളുടെ ദേഹത്തെയും ദേഹിയും ഒരുപോലെ കൊല്ലുവാൻ അധികാരമുള്ളവനെ നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആത്മീയരായി ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, ഒരു ആത്മീയനായി ജീവിക്കുവാൻ, നമ്മൾക്ക് ഈ ലോകത്തിലെ പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കുമുള്ള വാസത്തിലേക്ക് നമ്മെ നയിക്കുവാൻ പ്രാപ്തനാക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകമയുള്ള നാൾക്കുൾ നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ കുറിച്ചുള്ള ചിന്തയല്ല, മറിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ പുറമെയുള്ള മനുഷ്യനെ പോലെ തന്നെ വായുവും ആഹാരവും ഓക്സിജനും എല്ലാം ആവശ്യമാണ് നമ്മുടെ അകത്തെ മനുഷ്യന്. പക്ഷേ അത് ആത്മീയ ആഹാരമാണ് എന്നുള്ളതാണ്. അതിന് പ്രാർത്ഥനയാണ്, അതിന് ദൈവവചന പഠനമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കുന്നത്, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് എന്ന കാര്യം മറക്കരുത്. ഈ ഭൂമിയിൽ നമുക്ക് ഇതൊക്കെ, ഈ പുറമെയുള്ള മനുഷ്യൻ ഒക്കെ നഷ്ടപ്പെടും. പക്ഷെ അകമയുള്ള മനുഷ്യനാണ് ഞാൻ നിങ്ങളും എവിടെ ആയിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ
തീരുമാനിക്കുന്നത് അകത്തെ മനുഷ്യനെ ആശ്രയിച്ചാണ്. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് നമ്മുടെ ചിന്ത എന്താണ്? നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം വിചാരപ്പെടുന്നുണ്ടോ? അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കാൻ തക്കതായ അതേ രീതികൾ, അതേ പഠനങ്ങൾ, ദൈവാശ്രയം, പ്രാർത്ഥന, വ്യായാമങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ഉൾക്കൊള്ളുന്നവരാണോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നിർഭാഗ്യവശാൽ പലരിലും പുറമെയുള്ളവൻ ശക്തിയുണ്ടെങ്കിൽ അകമയുള്ളവന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം, അകമയുള്ളവന് നിർജീവമായിരിക്കുന്ന അവസ്ഥ, അകമയുള്ളവന് ഉന്മേഷമില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥ മാറി നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അതിനുവേണ്ടി നാം ഈ രാവിലെ സമയം നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നാം ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ദാവീദ് പറയുന്നു, അല്ലെ ദാനിയേൽ, അതുകൊണ്ടാണ് ദാനിയേൽ ഇങ്ങനെ പറഞ്ഞ്, രാജാവ് കഴിക്കുന്ന ഭോജനം, രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. ദാനിയേൽ 1:8 ദാനിയേൽ ആ നിലയിലുള്ള ഉറച്ച തീരുമാനമെടുക്കുവാൻ കാരണമായി മാറിയത് ദാനിയേലിന്റെ ആ തീരുമാനമാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അതുകൊണ്ട് രാജാവ് കഴിക്കുന്ന വീഞ്ഞോ, രാജാവ് കുടിക്കുന്ന രാജാവ് കുടിക്കുന്ന വീഞ്ഞോ, രാജാവ് കഴിക്കുന്ന ഭോജനമോ കഴിച്ച് എൻ്റെ അകത്തെയുള്ള മനുഷ്യനെ ദുർബലപ്പെടുത്തുവാൻ, ആ മനുഷ്യനെ ക്ഷയിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഭക്തനായ ദാനിയേൽ പ്രാർത്ഥിച്ചതും ആ നിലയിൽ തന്നെയാണ് എന്ന കാര്യം മറക്കരുത്. പലപ്പോഴും നമ്മുടെ സമയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പരക്കം പാച്ചിലുകൾ പുറമെയുള്ള മനുഷ്യനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ്, തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, ആനന്ദിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം യോസേഫിനെ കുറിച്ച്. നമുക്കറിയാം യോസേഫ് പോത്തിഫറിന്റെ ഭവനത്തിലാണ്, അതിലെ സകലത്തിലും വിചാരകനാണ്. പോത്തിഫർ സകലത്തിലും യോസേഫിനെ യജമാനനാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ യോസേഫിന്റെ മേൽ പോത്തിഫറായുടെ ഭാര്യ യോസേഫിനെ ഒരു പാപത്തിലേക്ക് വലിച്ചഴിക്കാൻ നിർബന്ധിക്കുന്നത് ഉൽപ്പത്തി 39 നാം കാണുന്നുണ്ട്. ഇത് പല നാളിങ്ങനെ ആവർത്തിച്ചപ്പോൾ ഒരു സുപ്രഭാതത്തിൽ, നീ എൻ്റെ അടുക്കൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്, നീ പോത്തിഫറ എന്ന് പറയുന്ന ഒരു വലിയ എൻ്റെ യജമാനന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും അത് ഉൾക്കൊള്ളാതെ, പലപ്പോഴും പല പ്രാവശ്യവും അങ്ങനെ പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്ന് അങ്ങനെ വന്ന ഒരു സന്ദർഭത്തിലാണ് യോസേഫ് തൻ്റെ വസ്ത്രം വിട്ടേച്ച് ഓടി മാറുവാൻ തക്കണമിടയായി മാറിയത്. ആ സന്ദർഭത്തിലാണ്. അപ്പോഴും തൻ്റെ ചിന്ത, തൻ്റെ അകത്തെ മനുഷ്യനെ ഞാൻ ക്ഷയിപ്പിക്കുകയില്ല, എൻ്റെ അകത്തെ മനുഷ്യനെ ഞാൻ ദുഷിക്കുകയില്ല, എൻ്റെ അകത്തെ മനുഷ്യനെ ഞാൻ ബലപ്പെടുത്തും. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് താൻ ആ പോത്തിഫറയുടെ ഭവനത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനൊക്കെ വേണ്ടിയായി തീർന്നു. ഈ രാവിലെ സമയം നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ഭക്ഷിക്കുന്നത്, നാം സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത് ഒക്കെ നമ്മുടെ അകത്തെ മനുഷ്യനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആണോ, ആ നിലയിലേക്ക് പോകുമോ എന്ന് നാം ശാന്തമായി പരിശോധിക്കേണ്ടതാണ്. പലപ്പോഴും പല ആഹാര കാര്യങ്ങളിൽ നമ്മൾ നിഷ്കർഷയുള്ളവരാണ്. അതല്ല നമ്മുടെ ഫിസിക്കൽ, ഈ പുറമെയുള്ള മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ഇന്നർ മനുഷ്യനെ കുറിച്ച്, ആ മനുഷ്യനെ പരിപോഷിപ്പിക്കാൻ തക്കതായ ചിന്തകൾ, നിലപാടുകൾ നാം എടുത്തിട്ടുണ്ടോ എന്ന് ഈ രാവിലെ സമയം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 2 പൗലോസ് പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? 1, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. 2 പൗലോസ് മുട്ടുകുത്തുന്ന പ്രധാന കാരണം ഇതാണ്: ക്രിസ്തുവിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ആ ദൈവം നമ്മിൽ വസിച്ചെങ്കിൽ മാത്രമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൽ മുന്നേറുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാനൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ഈ രാവിലെ ക്രിസ്തു ഈ വീടിൻ്റെ നായകനെന്ന് പലപ്പോഴും നാം എഴുതി വെക്കാറുണ്ട്. നമ്മുടെ തീന്മേശയിലെ സൈലൻ്ററായിരിക്കുന്ന ഒരു വിസിറ്ററാണ് ക്രിസ്തു എന്ന് പലപ്പോഴും നാം അവകാശപ്പെടാറുണ്ട്. നമ്മുടെ നിരീക്ഷണങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ സാവധാനം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പലപ്പോഴും പറയുമ്പോഴും ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തു ദൈവാത്മാവ് നയിക്കുന്നവനെല്ലാം ദൈവത്തിലുള്ളവനാണ്. ദൈവം വസിക്കുമ്പോഴാണ് ദൈവാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നത്. ക്രിസ്തുവിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആത്മീയതയിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നമ്മുടെ കൂട്ടായ്മകളിലുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തിൽ, ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ, ദൈവിക ആ സ്വഭാവ രൂപീകരണത്തിൽ നാം മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്തു നമ്മളിൽ വസിക്കണം.
അതിന് തക്കവണ്ണം ക്രിസ്തു വസിക്കാൻ തക്കതായ ഒരു ഇരിപ്പിടമായി നമ്മുടെ ഹൃദയം, നമ്മുടെ അകത്തെ മനുഷ്യൻ മാറണമെന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് ഇങ്ങനെ വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, നിങ്ങൾ സാത്താന് ഇടം കൊടുക്കരുത്, സാത്താന് നിങ്ങളുടെ ഉള്ളിൽ ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞ് സാത്താന് പ്രവർത്തിക്കുവാൻ തക്കണം നിങ്ങളുടെ ഹൃദയത്തെ ഒരു റൂമായി തീർക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. ഒരു ഇടം എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഒരു സ്പേസ് അല്ല, മറിച്ച് റൂം എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സാത്താന് റൂം കൊടുക്കരുത്. ഒരു റൂം, ഒരു മുറി ഒരു മനുഷ്യൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ മുറിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷെ സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ് ക്രിസ്തു നമ്മിൽ വസിപ്പാൻ തക്കണം ഇടയായിത്തീരുന്നത് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. മൂന്നാമതായിട്ട് പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, ദൈവസ്നേഹത്തിന്റെ ആഴം, നീളം, വീതി, ഉയരം. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളോടുള്ള ദൈവത്തിന്റെ ആ സ്നേഹം. മനുഷ്യന്റെ സ്നേഹം വ്യർത്ഥമാണ്. മാതാപിതാക്കളുടെ സ്നേഹത്തിന് പരിധിയുണ്ട്, ഭാര്യാഭർത്തൃ സ്നേഹത്തിന് പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ, കലവറ ഭേദമില്ലാതെ, നിറഭേദമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ അഗാധമായ സ്നേഹം, ആ അഗാപെ ഈ രാവിലെ സമയം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നാം ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നത്. എത്രയോ ഉന്നതന്മാർ, എത്രയോ ശ്രേഷ്ഠന്മാർ, എത്രയോ നിഷ്കളങ്കർ, എത്രയോ നിരപരാധികൾ, എത്ര ദൈവഭക്തന്മാർ അപ്രതീക്ഷിതമായി ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോഴും ഈ ഭൂമിയുടെ പരപ്പിൽ എന്നെയും നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ആ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിന്റെ ഉയരം നിങ്ങൾ അറിയണം, അതിൻ്റെ ആഴം നിങ്ങൾ അറിയണം, അതിൻ്റെ വീതി നിങ്ങൾ അറിയണം, അതിൻ്റെ നീളം നിങ്ങൾ അറിയണം എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. മഹാസമ്പന്നായ ദൈവം, ദൈവത്തോടുള്ള ഈക്വാലിറ്റിയെ മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോട് അനുസരണമുള്ളവനായി തീർന്ന സ്വർഗമാണ് അതിൻ്റെ ഉയരം, ഭൂമിയാണ് അതിൻ്റെ ആഴം. ക്രൂശിലെ മരണത്തോളം അതാണ് അതിൻ്റെ ആഴം. നീളമെന്ന് പറയുന്നത് നിത്യത വരെയാണ്. അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് മുഴു ലോകവുമാണ്. ഈ മുഴു ലോകത്തെയും സ്നേഹിക്കുന്ന ആ നിത്യതയോളമുള്ള ദൈവത്തെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ അറിയണം. പലപ്പോഴും ദൈവത്തിൻ്റെ കരുതലിനെയോ ദൈവത്തിൻ്റെ സ്നേഹത്തെയോ ദൈവത്തിൻ്റെ കൃപയോ നമ്മളെ വിസ്മരിക്കാറുണ്ട്. ഈ രാവിലെ പ്രഭാതത്തിൽ ഈ മോർണിംഗ് ഡിവോഷന് മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ വിളിച്ച, നിങ്ങളെ നിലനിർത്തുന്ന, നിങ്ങളെ നടത്തുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ തലമുറകളെ ഓർക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ ആഴം, നീളം, വീതി, ഉയരം ഈ രാവിലെ അറിയുവാൻ തക്കോണം നാം ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. നാലാമത് ഇവിടെ പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും ക്രിസ്തു എന്ന തലയോളം വളരുക, എല്ലാ മേഖലകളിൽ നാം നിറയുക. ഏതെങ്കിലും ഒന്ന് രണ്ട് മേഖലകളിലൂടെ അറിവല്ല, നിറവല്ല, മറിച്ച് ഈ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം, വിശ്വാസത്തിലായാലും പ്രത്യാശയിലായാലും പ്രാർത്ഥനാ ജീവിതത്തിലായാലും നമ്മുടെ ദീർഘക്ഷമയിലായാലും നമ്മുടെ സ്നേഹത്തിലായാലും സന്തോഷത്തിലായാലും സമാധാനത്തിലായാലും പരോപകാരത്തിലായാലും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ എന്നാണ് പൗലോസ് പറയുന്നത്. ഈ രാവിലെ നമുക്ക് ദൈവസ്നേഹം നമ്മെ തന്നെ ശാന്തമായി പരിശോധിക്കാം. കർത്താവേ, അവിടുത്തെ എല്ലാ നിറവിനോളം നിറയാൻ എന്നെ സഹായിക്കണമേ. പൗലോസ് അതിനു വേണ്ടിയാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഈ 4 കൂട്ടം കാര്യങ്ങൾ ഈ രാവിലെ സമയം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ആ കാരാഗ്രഹത്തിൽ പൗലോസ് മുട്ടുകുത്തുന്നത് ഒരു പേര് വരുവാൻ നമുക്ക് കാരണമായ ദൈവത്തിന് മുമ്പിലാണ് മുട്ടുകുത്തുന്നത്. എന്തിനാണ്? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. 2, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. 3, പൗലോസ് പറയാണ് നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും അറിയണം. 4, പൗലോസ് പറയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ എല്ലാം നിറവിനോളം നിറഞ്ഞു വരണം. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നതിൻ്റെ പ്രഥമ ലക്ഷ്യം, ദൗത്യം എന്ന് പറയുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയിലായാലും നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ പ്രവൃത്തിയിലായാലും പെരുമാറ്റത്തിലായാലും നമ്മുടെ സകല ഇടപാടുകളിലായാലും സമസ്ത മേഖലകളിലും എല്ലായിടങ്ങളിലും എല്ലായ്പ്പോഴും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ തക്കണം. ദൈവ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി, ദൈവ സ്നേഹത്തിൻ്റെ നിറവിനായി തന്നെ നമ്മെ തന്നെ ഈ രാവിലെ സമയം നമുക്ക് സമർപ്പിക്കാം. പൗലോസിന് കാരാഗ്രഹം വിഷയമല്ല, ഇടുങ്ങിയ സാഹചര്യം വിഷയമല്ല, അവിടുത്തെ പരിമിതികൾ തനിക്ക് വിഷയമല്ല,
പ്രതികൂലങ്ങൾ വിഷയമല്ല, തൻ്റെ മേൽ ഉണ്ടാകുന്ന പീഡനങ്ങൾ തനിക്ക് പ്രശ്നമല്ല. പക്ഷേ എങ്കിൽ എല്ലാം നിറവനോളം നിറഞ്ഞു വരുവാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഈ രാവിലെ സമയം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്താം. നമ്മുടെ കണ്ണുകളിലേക്ക് നമുക്കൊരു നിമിഷം നേരം പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ ലോകത്തിൽ ഒരുപാട് പരിമിതികളും ഒരുപാട് അസ്വസ്ഥതകളും ഒക്കെ അഭിമുഖീകരിക്കുന്നവരാണ് ഞങ്ങൾക്ക് ശാന്തസുന്ദരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. അവിടുത്തെ നിത്യതയിൽ ഞങ്ങൾക്കുണ്ട്. അങ്ങയുടെ മുമ്പിൽ അവിടുത്തെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി അതിന് നീളം വീതി ഉയരം ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കൃപയെ ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ. അവിടുത്തെ ആത്യാന്തിക ശക്തിയെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ സമയം എല്ലാ ദൈവമക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളുടെ മധ്യയിൽ പ്രവർത്തിക്കണം, അവരെ സഹായിക്കണം, അവരുടെ പ്രതികൂലങ്ങളെ മാറ്റണം, ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. തുടർന്ന് കർത്താവ് ഞങ്ങളുടെ അഡ്വന്റിസ്റ്റ് യൂട്യൂബ് ദൈവമേ ഡിവൈൻ മെസ്സഞ്ചറിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവമൊത്ത കർത്താവിടെ ഗണം സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിനെ നാം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ രാവിലെ സമയം ഈ യൂട്യൂബിലൂടെ ദൈവവചനം ശ്രമിച്ച എല്ലാ മക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.